നമസ്കാരം. ഇന്ത്യ ഓസ്ട്രേലിയ ബോർഡർ ഗവസ്കർ ട്രോഫിയിലെ മൂന്നാം മത്സരം ആരംഭിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഓസ്ട്രേലിയയുടെ കുത്തക മൈതാനങ്ങളിലൊന്നാണ് ഗാബ. എന്നാൽ ഇന്ത്യൻ ടീം ചരിത്ര ജയം ഇവിടെ നേടിയിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെ നേട്ടം ഇത്തവണയും ഇന്ത്യക്ക് ആവർത്തിക്കാനാകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. പുറത്തിൽ ജയിച്ച ഇന്ത്യയെ അഡ്ലൈഡിൽ 10 വിക്കറ്റിന് തകർത്താണ് ആതിഥേയരായ ഓസ്ട്രേലിയ തിരിച്ചുവരവ് നടത്തിയത്. ഗാബയിലും മാനസികമായി മുൻതൂക്കം ഓസ്ട്രേലിയക്ക് തന്നെയാണുള്ളത്. ഇന്ത്യക്ക് വിജയത്തിലേക്ക് എത്തുക എളുപ്പമാകില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ചേതേശ്വർ പൂജാരയും ഋഷഭ് പന്തും ശുഭ്മാൻ ഗില്ലും എല്ലാം ചേർന്ന ഇന്ത്യയെ അന്ന് ഗാബയിൽ ചരിത്ര നേട്ടത്തിലേക്ക് എത്തിക്കുകയായിരുന്നു. ഈ നേട്ടം ഇത്തവണ ആവർത്തിക്കാൻ ഇന്ത്യക്ക് സാധിക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത്. എന്നാൽ അതിന് ടീമിൽ ചില അഴിച്ചുപണികൾ വേണമെന്നാണ് ക്രിക്കറ്റ് നിരീക്ഷകർ പറയുന്നത്. ഇതിൽ തന്നെ മുൻ സെലക്ടറായ സാബ കരീം പറയുന്നത് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുകയാണ്. ആദ്യ മത്സരം കളിക്കാതിരുന്ന രോഹിത് ശർമ്മ രണ്ടാം മത്സരത്തിൽ തിരിച്ചെത്തിയപ്പോൾ ഓപ്പണർ സ്ഥാനത്ത് നിന്ന് മാറ്റിയിരുന്നു. KL രാഹുലിനെ യശസ്വി ജയ്സ്വാളിനൊപ്പം ഓപ്പണിംഗ് ഇറക്കിയപ്പോൾ രോഹിത് ശർമ്മ 6ാം നമ്പറിലാണ് ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയത്. മധ്യനിരയിലേക്ക് ഇറങ്ങിയ രോഹിത് ശർമ്മയ്ക്ക് കാര്യമായ പ്രകടനം നടത്താനുമായില്ല. ബാറ്റ്സ്മാനായും ക്യാപ്റ്റനായും അദ്ദേഹം കൂടുതൽ നിരാശപ്പെടുത്തുകയായിരുന്നു. രോഹിത് ശർമ്മ മൂന്നാം മത്സരത്തിലും മധ്യനിരയിൽ കളിച്ചാൽ ഇന്ത്യക്ക് ഗുണം ചെയ്യില്ല എന്നാണ് കണക്ക് കൂട്ടുന്നത്. മൂന്നാം മത്സരത്തിൽ രോഹിത് ഓപ്പണർ സ്ഥാനത്തേക്ക് എത്തണം എന്നാണ് സാബ കരീം പറയുന്നത്. രോഹിത്തും ഓപ്പണർ സ്ഥാനത്തേക്ക് താൻ മടങ്ങിയെത്തുമെന്ന സൂചന നൽകിയിട്ടുണ്ട്. മോശം ഫോമിലൂടെ കടന്നു പോകുന്ന രോഹിത്തിന് ഓപ്പണർ സ്ഥാനത്തേക്ക് എത്തുന്നത് തന്നെയാണ് ഉചിതം. ഇഷ്ട ബാറ്റിംഗ് പൊസിഷനിലും രോഹിത്തിന് തിളങ്ങാനാകാതെ പോയാൽ ടെസ്റ്റ് ടീമിലെ സ്ഥാനം പിന്നെ നോക്കണ്ട എന്നാണ് പറയാനുള്ളത്. കൂടാതെ നായകസ്ഥാനവും തെറിക്കാൻ സാധ്യതയുണ്ട് രോഹിത്തിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ ഗാബയിൽ രോഹിത് തിളങ്ങേണ്ടത് നിലനിൽപ്പിൻ്റെ പ്രശ്നം കൂടിയാണ്. KL രാഹുൽ ആദ്യ 2 മത്സരത്തിലും ഓപ്പണറായാണ് ബാറ്റ് ചെയ്തത്. മോശമല്ലാത്ത പ്രകടനം അദ്ദേഹം നടത്തുകയും ചെയ്തു. രാഹുലിനെ 6ാം നമ്പറിലേക്ക് മാറ്റണം എന്നാണ് പറയുന്നത്. മധ്യനിരയിൽ കളിച്ചാലും രാഹുലിന് തിളങ്ങാൻ സാധിക്കും. ക്ഷമയോടെ ബാറ്റ് ചെയ്ത് റൺസ് ഉയർത്താൻ രാഹുലിന് സാധിക്കാറുണ്ട്. ഇപ്പോൾ ആത്മവിശ്വാസത്തോടെയാണ് രാഹുൽ കളിക്കുന്നത് തന്നെ. ക്ലാസിക് ശൈലിയിൽ കളിക്കുന്ന രാഹുലിൻ്റെ പ്രധാന പ്രശ്നം സ്ഥിരതയില്ലായ്മ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഗാബയിലെ പ്രകടനം കണ്ടറിയണം. ഗാബയിൽ ശുഭ്മാൻ ഗില്ലിന് ഭേദപ്പെട്ട റെക്കോർഡുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണയും ഗില്ലിൽ ടീം പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. ഋഷഭ് പന്താണ് ഓസീസ് ഭയപ്പെടുന്ന ഇന്ത്യൻ താരം. കഴിഞ്ഞ തവണ ഒറ്റയ്ക്ക് ഇന്ത്യയെ വിജയത്തേരിലെത്തിച്ച ഋഷഭിൻ്റെ മികവ് ഇത്തവണയും ആവർത്തിക്കേണ്ടതായിട്ടുണ്ട്. ആദ്യ 2 മത്സരത്തിലും ഋഷഭിന് പ്രതീക്ഷയ്ക്കൊത്ത പ്രകടനം നടത്താൻ സാധിച്ചിരുന്നില്ല. എന്നാൽ ഗാബയിൽ ഋഷഭിൽ നിന്ന് അത്ഭുത പ്രകടനം തന്നെയാണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നത്. ആദ്യ മത്സരത്തിൽ ഇന്ത്യ സ്പിൻ ഓൾറൗണ്ടറായി കളിപ്പിച്ചത് വാഷിംഗ്ടൺ സുന്ദറിനെയാണ്. എന്നാൽ 2ാം മത്സരത്തിൽ സുന്ദറിനെ മാറ്റി പകരം അശ്വിനെയാണ് ഇന്ത്യ കളിപ്പിച്ചത്. ഇപ്പോഴിതാ 3ാം ടെസ്റ്റിൽ അശ്വിന് പകരം രവീന്ദ്ര ജഡേജയെ ഇന്ത്യ കളിപ്പിക്കണമെന്നാണ് സാബ കരീം പറയുന്നത്. ജഡേജയുടെ ബാറ്റ് കൊണ്ടുള്ള പ്രകടനമാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതും. ജഡേജയ്ക്ക് തിളങ്ങാനാകുമോ എന്നാണ് കണ്ടറിയേണ്ട ഒരു കാര്യം. ഹർഷിത് റാണ 3ാം മത്സരത്തിൽ നിരാശപ്പെടുത്തിയിരുന്നു. നന്നായി തല്ലുവാങ്ങിയ താരം 3ാം മത്സരത്തിൽ നിന്ന് തഴയപ്പെടാനാണ് സാധ്യത. എന്നാൽ ഇന്ത്യ ഹർഷിതിനെ കളിപ്പിക്കണമെന്നും ഗാബയിൽ തിളങ്ങണം എന്നുമാണ് സാബ കരീം പറയുന്നത്.